നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ നമസ്കാരം, ഞാൻ മനോജാണ്. അപ്പോൾ MP7 ഫിഷിങ്ങിൻ്റെ പുതിയൊരു കിടുക്കാച്ച് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി ഒരു നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറയുകയാണ്. അപ്പോൾ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇതാകണ്ടല്ലേ, ഒരു നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ളത് നമുക്ക് അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ പിന്നും നമ്മളൊന്ന് വെറുതെ ഒന്ന് കൈകൊണ്ട് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും സിമ്പിളായിട്ട് ഊരി വരും. ഇനി ഇതിൻ്റെ ഈ പുറകു വശത്തുള്ള ഈ കത്തി പോലെയുള്ള ഭാഗം ഇത് നമുക്കൊരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ലോക്കൊന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും സിമ്പിളായിട്ട് തന്നെ ഊരി വരുന്നതായിരിക്കും. നമ്മൾ സാധാരണ സ്പൂൺ ലൂറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ട ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാണെങ്കിൽ നേരത്തെ തന്നെ ഓട്ട ഉള്ളതുകൊണ്ട് ഇതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ സിമ്പിൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലെയർ കൊണ്ട് തന്നെ അതൊന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നടുക്കൊന്ന് ഇതിൻ്റെ വെൽഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു വെട്ട് കത്തിയോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണമോ ഇതിൻ്റെ നടുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ബലത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ടും വേറിട്ടിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളതുപോലെ ഒന്ന് ചെയ്തപ്പോൾ അത് കണ്ടില്ലേ, രണ്ടും വേറെ വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും ഒപ്പമില്ലായിരുന്നു, കാരണം അതിൻ്റെ വെൽഡിങ് ചെയ്തതിൻ്റെ ചെറിയൊരു ഭാഗം പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് ഫയലിട്ടിട്ട് നല്ലോണം ഒന്ന് ഉരച്ചൊന്ന് മിനുസമാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഉരച്ച് മിനുസമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂർച്ചയുള്ള ഭാഗം കൂടി നമുക്കൊന്ന് നല്ലോണം ഉരച്ച് എന്താ പറയുക മിനുസമാക്കി എടുക്കും. കാരണം രണ്ടും കൂടി വെക്കുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ മൂർച്ചയുള്ള ഭാഗവും കൂടി വരച്ച് മാറ്റിയത്. കണ്ടോ, അപ്പോൾ ഇതിന് ചെറിയൊരു വളവുണ്ട്. അപ്പോൾ ആ വളവൊന്നും പ്ലെയർ കൊണ്ടൊന്ന് പിടിച്ചൊന്ന് നൂർത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വെക്കുന്ന സമയത്ത് വളവുണ്ടാവില്ല. കണ്ടോ, നമുക്കിത് വളച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു ഷേപ്പിൽ S എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇനി സ്പ്ലിറ്റ് റിങ് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ഒന്ന് ഉരച്ചിട്ട് ഇതിൻ്റെ കനം കുറച്ച് കുറവാക്കണം. കണ്ടോ, നമ്മളങ്ങനെ ഉരച്ച് കനം കുറവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു സ്പ്ലിറ്റ് റിങ് ഇട്ട് കൊടുക്കാം. സ്പ്ലിറ്റ് റിങ് ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, ഞാൻ അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൽ സ്പ്ലിറ്റ് റിങ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു സ്നാപ്പും ഒരു സിവലും ഇതിൻ്റെ മുൻവശത്ത് നമ്മൾക്ക് കോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ ഈ എന്താ പറയുക ലൂറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകു വശത്ത് ഒരു ത്രിബിൾ ഹുക്കും, അപ്പോൾ ഒരു ത്രിബിൾ ഹുക്കും കൂടി നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. തിളക്കമുള്ള എന്തെങ്കിലും ഒരു വസ്തു വെള്ളത്തിന് അടിയിൽ കൂടെ വരുമ്പോൾ വാളമീൻ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യും. കണ്ടോ, അതിന് നല്ല സൗണ്ടും ഉണ്ട്. കണ്ടോ, സൗണ്ട് കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് S രൂപത്തിൽ വളച്ചെടുക്കുകയാണെങ്കിൽ നല്ല ആക്ഷൻ ആയിരിക്കും. നമുക്ക് സ്പ്ലിറ്റ് റിങ്ങും അതുപോലെ തന്നെ സ്നാപ്പൊന്നും ഇല്ലാത്തവർ ഇതുപോലെ സാധാരണ ടങ്കീസിൽ 2 ഹുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കെട്ടിയാൽ മതി. ഇത് കണ്ടില്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ഒരു 2 ഹുക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഹുക്ക് കെട്ടിയെടുത്താലും മീൻ ഏത് ഭാഗത്തുകൂടെ വന്ന് ഇതിനെ എന്താ പറയുക അറ്റാക്ക് ചെയ്താലും മീൻ എന്തായാലും ഹുക്കപ്പ് ആകുന്നതായിരിക്കും. കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നെയിൽ കട്ടർ അതാണ് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും കാണാനില്ല. വാളമീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഈ മുകളിൽ വന്ന് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്, മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. മാമ അവിടെ വിളിക്കുന്നു, അങ്ങോട്ട് പോട്ടെ, അടിച്ചു പോകുന്നു. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ വരാലാണ് തോന്നുന്നു. നല്ല അടിപൊളി സാധനം കേട്ടോ. നമുക്കൊരു അടിപൊളി സാധനം അടിച്ചിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നോക്കാല്ലേ, സുരേഷ് മച്ചനെ പൊളിച്ചല്ലോ, അടിപൊളി ക്യാച്ച്. എന്തായാലും സുരേഷിന് അടിപൊളിയായിട്ട് ഒരു ചേറാൻ അടിച്ചിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ നമുക്ക് കിട്ടിയൊരു
ആട്ടാർ ഐറ്റം നമുക്കെല്ലാം അടിച്ചിരിക്കുന്നത് കേട്ടോ. മച്ചാനാണ് അടിച്ചിരിക്കുന്നത്, സുരേഷിനാണ് അടിച്ചിരിക്കുന്നത്. സുരേഷിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സൈസിൽ പഠിക്കുന്നത് കേട്ടോ. അതായത് ചെറു മീൻ, ബാക്കിയുള്ള മീനൊക്കെ വലുത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സൈസ് പിടിക്കുന്നത്. എടാ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം കേട്ടോ. എങ്ങനെയൊരു 1.5-2 കിലോന്റെ റേഞ്ചിൽ വരും. അപ്പോൾ നമ്മൾ കാല് വയ്ക്കുമ്പോൾ കണ്ടില്ലേ, കാല് വയ്ക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് പിന്നെ ഇത്രയും വലിയ സൈസാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. അല്ലല്ല, ഇത് ചേറാന്ന് പറയും. നമ്മുടെ ഈ ഫ്രോഗിലാണ് നമുക്ക് മീൻ അടിച്ചിരിക്കുന്നത്. അപ്പം മച്ചാൻ വരെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നമ്മളത് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് വാളയുടെ ആക്ടിവിറ്റി അല്ലായിരുന്നു. വാളയുടെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ഈ സ്പൂൺ ലൂർ അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെള്ളത്തിൽ തിളങ്ങുന്ന എന്തെങ്കിലും എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ കയറി അറ്റാക്ക് ചെയ്യും. പക്ഷേ നമുക്ക് പിന്നീട് എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. നമുക്കിനി പിന്നീട് നമ്മളൊരു വീഡിയോയിൽ അത് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചിരിക്കും, നമ്മളാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ത്രിപുരയിലാണ്, കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വാളയൊന്നും ഇല്ല, നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.